എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇത് കേട്ടോ. ഓക്കെ. തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഒക്കർ അറ്റ് ദ സെയിം ടൈം ബട്ട് ദ സൗണ്ട് ഓഫ് തണ്ടർ ഈസ് ഹേർഡ് ഓൺലി ആഫ്റ്റർ സീയിങ് ദ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. വൈ ഈസ് ഇറ്റ് സോ? അതായത് ഇടിയും മിന്നലും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. ബട്ട് ദ സൗണ്ട് ഓഫ് തണ്ടർ, അതായത് ഇടിയുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ മിന്നൽ കണ്ടതിന് ശേഷമാണ് കേൾക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സ്പീഡ് ഓഫ് സൗണ്ട് എന്നാണ് ടോപ്പിക്. അതായത് കുറെ മീഡിയത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ. കുറെ മീഡിയംസിന്റെ പേര് എന്തൊക്കെയാണ്? അലുമിനിയം, സ്റ്റീൽ, സീ വാട്ടർ, പ്യുവർ വാട്ടർ, ഹീലിയം, എയർ. ഇവ ഓരോന്നും ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് അലുമിനിയം, സ്റ്റീലും സോളിഡ്സ് ആണ്, സീ വാട്ടറും പ്യുവർ വാട്ടറും ലിക്വിഡ്സ് ആണ്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ഓരോ മീഡിയത്തിലൂടെയുള്ള സ്പീഡ് ഓഫ് സൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ മീഡിയംസ് 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഉള്ള സ്പീഡ് ഓഫ് സൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കോളൂ. അലുമിനിയം 6423 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിലൂടെയുള്ള സ്പീഡ് ഓഫ് സൗണ്ട്. കണ്ടോളൂ, ഇവിടെ ഇത് രണ്ടും താരതമ്യേന ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് ആണ് അല്ലേ. അതായത് സോളിഡ്സിൽ താരതമ്യേന ഗ്രേറ്റർ ആയിട്ടുള്ള സ്പീഡ് ഓഫ് സൗണ്ട് ആണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത്. ഗ്യാസസിലെ കൂടി സ്പീഡ് ഓഫ് സൗണ്ട് എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഡസ് സൗണ്ട് ട്രാവൽ അറ്റ് ദ സെയിം സ്പീഡ് ത്രൂ ഓൾ മീഡിയംസ്? എല്ലാ മീഡിയത്തിലൂടെയും ഒരേ സ്പീഡിലാണോ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്? അല്ല, നോ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഗ്രേറ്റർ? സോളിഡ്സിലാണല്ലേ. നോക്കിക്കോളൂ, സോളിഡ്സിലെ കൂടി സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞത് കൂടുതലാണ്, അപ്പോൾ സോളിഡ്സ് എന്ന് പറയാം. ഇൻ വിച്ച് ഈസ് ഇറ്റ് ലെസർ? അതായത് ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിലാണ് സ്പീഡ് ഓഫ് സൗണ്ട് കുറവ്? ഗ്യാസസിലെ കൂടിയാണല്ലേ. നോക്കിക്കോളൂ, ഹീലിയത്തിലൂടെ 968 മീറ്റർ പെർ സെക്കൻഡ് ആണ്, എയറിലെ കൂടി 347 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗ്യാസസിലെ കൂടി സൗണ്ട് സ്പീഡ് കുറഞ്ഞ് ചെറിയ സ്പീഡിലാണ് പോകുന്നത്. അതേസമയം സോളിഡ്സിലെ കൂടി, ഖരപദാർത്ഥങ്ങളിലെ കൂടി താരതമ്യേന ഉയർന്ന വേഗത്തിലാണ് സൗണ്ട് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് മീഡിയംസ്? അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള മീഡിയംസിൽ ഡിഫറെന്റ് സ്പീഡിലാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. When the temperature of the medium changes, the speed of sound through it also changes. അതായത് ഒരു മീഡിയത്തിന്റെ ടെമ്പറേച്ചർ മാറിയാൽ അതിലെ കൂടിയുള്ള സൗണ്ടിന്റെ സ്പീഡും അത് മാറും. ഓക്കെ, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, അതായത് ആ മീഡിയത്തിന്റെ ടെമ്പറേച്ചർ കൂടിയാൽ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻക്രീസസ്, ആ മീഡിയത്തിലെ കൂടിയുള്ള സൗണ്ടിന്റെ സ്പീഡ് തന്നെ കൂടും. ഓക്കെ, എന്താണ്? ടെമ്പറേച്ചർ കൂടിയാൽ, ഒരു മീഡിയത്തിന്റെ ടെമ്പറേച്ചർ കൂടിയാൽ അതിലെ കൂടിയുള്ള സൗണ്ടിന്റെ സ്പീഡും കൂടുന്നു. ഓക്കെ. The question: at night, the sound from a firecracker is heard 3 seconds after seeing the flash of light. അതായത് ഒരു വെടിപൊട്ടുന്ന ആ ലൈറ്റ് കണ്ടതിന് ശേഷം 3 സെക്കൻഡ് ശേഷമാണ് അതിന്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. How far did the explosion take place? അതായത് എത്ര ദൂരത്ത് നിന്നാണ് ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ആസ് 350 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എയർ 350 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കോളൂ, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 multiplied by 10 to the power 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് 3 എന്ന് എഴുതിയിട്ട് പിന്നെ 8 പൂജ്യം എഴുതിയാൽ എത്ര വലിയ സംഖ്യ കിട്ടുന്നു അത്രയും വലിയ സ്പീഡിലാണ് എന്താണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഈസ് വെരി ഹൈ അല്ലെ, വെരി ഹൈ. ബട്ട് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് ഓൺലി 350 മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ? 350 മീറ്റർ പെർ സെക്കൻഡ്. സോ അറ്റ് ദ ടൈം വെൻ ദ ഫയർ ക്രാക്കർ ബേഴ്സ്റ്റ് ഇറ്റ്സ് ലൈറ്റ് ഈസ് സീൻ ഇൻസ്റ്റന്റ്ലി ബൈ എ പേഴ്സൺ സ്റ്റാൻഡിങ് ഫാർ അവേ. അതുകൊണ്ട് ഈ ഫയർ ക്രാക്കർ പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെ പൊട്ടുമ്പോൾ അതിന്റെ ലൈറ്റ് എന്താണ്? തൽക്ഷണം അപ്പോൾ തന്നെ കാണുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അത്രയും സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ട് ലൈറ്റ്. പക്ഷേ ശബ്ദത്തിന്റെ സ്പീഡ് താരതമ്യേന കുറവായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണല്ലോ. ഓക്കെ, v ഈസ് ഈക്വൽ ടു s ബൈ ടി അല്ലെ, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്താണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താക്കാം? v അറിയാം അല്ലെ, v കൊടുത്തിട്ടുണ്ട് 350 എന്ന് കൊടുത്തിട്ടുണ്ട്, ടൈമും കൊടുത്തിട്ടുണ്ട് 3 സെക്കൻഡ്. അങ്ങനെയാണ് നമുക്ക് s കാണേണ്ട ഇക്വേഷൻ എങ്ങനെ എഴുതാം? s നെ ഇവിടെ വെച്ചിട്ട് t യെ ഇപ്പുറത്തേക്ക് ഇടണം. അപ്പോൾ v മൾട്ടിപ്ലൈഡ് ബൈ ടി എന്ന് കിട്ടും. അതാണ് ഇവിടെ v മൾട്ടിപ്ലൈഡ് ബൈ ടി. എന്താണ്? s ഈക്വൽ ടു
നമുക്ക് വി തന്നിട്ടുണ്ട് 350 അല്ലെ, സൗണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. ടിയും തന്നിട്ടുണ്ട്, 3 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1050 മീറ്റർ എന്ന് കിട്ടും. അതാണ് നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുന്നത്. കണ്ടോ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സൗണ്ട് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് സൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ടൈം ആണ്. ഓക്കെ, അതായത് 350 മീറ്റർ പെർ സെക്കൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 3 സെക്കൻഡ് ഈക്വൽ ടു 1050 മീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. In many cases, thunder is heard only a short time after the flash of lightning is seen. Explain the reason. അതായത് പല സാഹചര്യങ്ങളിലും നമ്മൾ ഇടിമിന്നൽ, ആ മിന്നൽ കണ്ടതിന് ശേഷം മാത്രമേ ഇടിനാദം, തണ്ടർ കേൾക്കുന്നുള്ളൂ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ റീസൺ. അതിന്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ എഴുതാം: ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് മച്ച് ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. എന്താണ്? എയറിലെ കൂടിയുള്ള സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലേ. ഈസ് മച്ച് ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, 347 ആണ് നിങ്ങൾക്ക് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 347 മീറ്റർ പെർ സെക്കൻഡ്, തൽക്കാലം നമുക്ക് 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കാം. ഇത് മച്ച് ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? 3 എഴുതിയിട്ട് 8 പൂജ്യം എഴുതിയാൽ അത്ര വലിയ സംഖ്യ കിട്ടും, അത്രയും വലിയ സ്പീഡാണ്. അതിനേക്കാൾ വളരെ കുറവാണ് സ്പീഡ് ഓഫ് സൗണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ട് thunder is heard only a short time after the flash of lightning is seen. അതുകൊണ്ട് ഇടിനാദം ഒരല്പസമയത്തിന് ശേഷം മാത്രം കേൾക്കുന്നു. എന്തിന്റെ? അതായത് ലൈറ്റ്നിങ്ങിന്റെ, മിന്നലിന് ശേഷം ഒരല്പസമയത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ഇടിനാദം കേൾക്കുന്നത് എന്ന് എഴുതാം. ഓക്കെ, can we hear sound if there is only a sound source and a medium? അതായത് ശബ്ദം ഉണ്ടാക്കുന്നതിനെ സൗണ്ട് സോഴ്സ് എന്ന് പറയും. ശബ്ദം ഏതിലെ കൂടിയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിനെ മീഡിയം എന്ന് പറയും അല്ലെ. ശബ്ദം സഞ്ചരിക്കുന്നത് മീഡിയം. ഇത് രണ്ടും മാത്രം ഉണ്ടായാൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ കഴിയുമോ? ഇല്ല. കേൾക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ചെവി അല്ലെങ്കിൽ ആ ഹിയറിംഗ് എബിലിറ്റി വേണം അല്ലെ, കേൾക്കാനുള്ള കേൾവി ശക്തി വേണം. അതാണ് പറഞ്ഞിട്ടുള്ളത് ഇയർ ആൻഡ് ഹിയർ, ചെവിയും കേൾവിയും, ഇയർ ആൻഡ് ഹിയർ. ഓക്കെ, ഹൗ ഡു വി ഹിയർ സൗണ്ട്? വിച്ച് സെൻസ് ഓർഗൻ ഹെൽപ്സ് അസ് ഫോർ ദിസ്? ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് ശബ്ദം കേൾക്കുന്നത്? വിച്ച് സെൻസ് ഓർഗൻ, ഏത് ഓർഗനാണ് നമ്മളെ ഇതിന് സഹായിക്കുന്നത്? അതിന്റെ ആൻസർ എന്താണ്? ഇയർ ആണ് അല്ലെ, ഇയർ. ഓക്കെ, ഇവിടെ താഴെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ഇവിടെ ഈ സംഭാഷണം നമുക്കൊന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഗ്രാൻഡ്മ, യു ലുക്ക് വെരി ടയേർഡ്, പ്ലീസ് ഈറ്റ് ദിസ്. അതായത് താങ്കൾ വളരെയധികം ക്ഷീണിച്ചതായിട്ട് കാണപ്പെടുന്നു, ഇത് ഭക്ഷിച്ചാലും കഴിച്ചാലും. അപ്പൊ ഗ്രാൻഡ്മ എന്താണ് പറയുന്നത്? വാട്ട്, എന്താണ്? കാൻഡ് ഹിയർ എനിത്തിങ്, ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല മോനെ. സ്പീക്ക് ലൗഡ്ലി, ഉച്ചത്തിൽ സംസാരിക്കൂ എന്ന്. ഓക്കെ, ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ഫാസ്റ്റൻ എ പീസ് ഓഫ് ബേഴ്സ്റ്റ് ബലൂൺ ആസ് ഡയഫ്രം ടു എനി വൺ എൻഡ് ഓഫ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ വിത്ത് ബോത്ത് എൻഡ്സ് കട്ട് ഓഫ്. അതായത് രണ്ട് അരികുകളും രണ്ട് സൈഡിലും മുറിച്ചു മാറ്റിയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഒരു സ്ഥലത്ത് ഒരു എൻഡിൽ എന്താക്കണം? ഒരു ബലൂൺ ഡയഫ്രം ആയിട്ട് കെട്ടണം. നമ്മൾ ഡയഫ്രം എന്ന ടേം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ചെണ്ടയുടെയും അതേപോലെ തബലയുടെയും ഒക്കെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വലിച്ചു കെട്ടണം, ഒരു ഡയഫ്രം ഉണ്ടാക്കണം. എന്നിട്ട് ഫിക്സ് എ റിം ഓഫ് ട്രാൻസ്പാരന്റ് മെറ്റീരിയൽ ഓഫ് അബൌട്ട് 2 സെന്റിമീറ്റർ ഹൈ വെർട്ടിക്കലി അബൌവ് ദ ഡയഫ്രം. പുട്ട് സം മസ്റ്റാർഡ് സീഡ്സ്, അതായത് കടുകുകൾ, ഓൺ ദ ഡയഫ്രം. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. അതായത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ രണ്ട് സൈഡിലും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ ബലൂൺ വലിച്ചു കെട്ടി. ഓക്കെ, ബലൂൺ വലിച്ചു കെട്ടി. എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ച് കടുകുകൾ നമ്മൾ ഇടുകയാണ്, കുറച്ച് കടുകുകൾ ഇടുകയാണ്. ഓക്കെ, മസ്റ്റാർഡ് സീഡ്സ് ഇടുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിലെ കൂടി ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ കടുകുകൾ, ഈ മസ്റ്റാർഡ് സീഡ്സ് എന്താണ്? ജമ്പ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലെ, വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതെന്തുകൊണ്ടാണ്? ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ കടുകുകൾ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്പീക്ക് ലൗഡ്ലി ത്രൂ ദ ഓപ്പൺ പാർട്ട് ഓഫ് ദ ബോട്ടിൽ എന്നാണ്. ഇങ്ങനെ ഒരു ഡയഫ്രം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന് മേലെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്പീക്ക് ലൗഡ്ലി, ഉച്ചത്തിൽ സംസാരിക്കണം. ത്രൂ ദ ഓപ്പൺ പാർട്ട് ഓഫ് ദ ബോട്ടിൽ, അതിന്റെ ആ ബോട്ടിലിനെ തുറന്ന ഭാഗത്തെ കൂടി ഉച്ചത്തിൽ സംസാരിക്കണം. സോ ദാറ്റ് സൗണ്ട് ഫാൾസ് ഓൺ ദ ഡയഫ്രം. അപ്പൊ എന്താകും? ഈ സൗണ്ട് ഈ ഡയഫ്രത്തിലേക്ക് വീഴും അല്ലെ. ഒബ്സർവ് ദ മസ്റ്റാർഡ് സീഡ്സ്, ഈ കടുകുമണികൾ ശ്രദ്ധിക്കുക. ഡോണ്ട് യു സീ ദ മസ്റ്റാർഡ് സീഡ്സ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ. ഈ മസ്റ്റാർഡ് സീഡ്സ് മുകളിലോട്ടും താഴോട്ട് പോകുന്നത് കാണുന്നില്ലേ? വാസ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ദ മസ്റ്റാർഡ് സീഡ്സ് ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് ദ ഡയഫ്രം. അതായത് ഈ ഡയഫ്രം ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ ഈ മസ്റ്റാർഡ് സീഡ്സ് മുകളിലേക്കും താഴോട്ടും തെറിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
ദ ഇയർ ഹാസ് എ പാർട്ട്. ഇതേപോലെ ഈ ഡയഫ്രം പോലെ ഒരു പാർട്ട് നമ്മുടെ ഇയറിലും ഉണ്ട്. ദ ഇയർ ഹാസ് എ പാർട്ട് കോൾഡ് ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയാം. വിച്ച് ക്യാൻ വൈബ്രേറ്റ് ലൈക്ക് ദ എബവ് ഡയഫ്രം. ഒരു ഡയഫ്രത്തെ പോലെ നമ്മുടെ ചെവിക്കകത്തുള്ള എന്താണ് ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നു. എ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട് കോസസ് റാപ്പിഡ് പ്രഷർ വേരിയേഷൻസ് ഇൻ ദ എയർ അറൌണ്ട് ഇറ്റ്. അതായത് ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, ഒരു വസ്തു, അതിനു ചുറ്റും റാപ്പിഡ് പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകും. ഓക്കെ, ഞാനൊരു വീഡിയോ ആദ്യം കാണിച്ചു തരാം. ഓക്കെ, ഈ വീഡിയോ നോക്കൂ. ഇവിടെ ഈ കൈ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുമ്പോൾ ഈ സ്ലിങ്കിയിലെ കൂടി വേവ്സ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈ വേവ്സിന്റെ ചില ഭാഗം അടുത്തും ചില ഭാഗം അകന്നുമായിട്ട് നിങ്ങൾ കാണുന്നു അല്ലെ. നോക്കിക്കോളൂ, കണ്ടോ? ഇവിടെ കൈ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ സ്ലിങ്കിയുടെ ചില ഭാഗം അടുക്കുന്നു, ചില ഭാഗം അകലുന്നു. അപ്പൊ ഇതേപോലെ ചിത്രമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ചില ഭാഗം അടുത്തിട്ടുണ്ട്, ചില ഭാഗം അകന്നിട്ടുണ്ട്. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് പറഞ്ഞത്? എ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട് കോസസ് റാപ്പിഡ് പ്രഷർ വേരിയേഷൻസ് ഇൻ ദ എയർ അറൌണ്ട് ഇറ്റ്. അതിനു ചുറ്റുമുള്ള എയറിൽ മർദ്ദ വ്യതിയാനങ്ങൾ, പ്രഷറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ദീസ് പ്രഷർ വേരിയേഷൻസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ മീഡിയം ആൻഡ് കോസ് ദ ഇയർ ഡ്രം ടു വൈബ്രേറ്റ്. ഓക്കെ, അതായത് ഈ പ്രഷർ വേരിയേഷൻസ് എന്താകും? ഈ മീഡിയത്തിലേക്ക് കൂടി, അതായത് എയർ ആണെങ്കിൽ ആ എയറിലേക്ക് കൂടി സഞ്ചരിക്കും. അത് ചെവിയിലേക്ക് എത്തുമ്പോൾ ചെവിയിലുള്ള ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദ ഇയർ ഡ്രം പ്രൊപ്പഗേറ്റ്സ് ദീസ് വൈബ്രേഷൻസ് ടു ദ ഇന്നർ ഇയർ. ഈ ഇയർ ഡ്രം എന്താക്കും? ഈ സിഗ്നൽസിനെ ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ചെവിയുടെ ഉൾഭാഗത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. വി എക്സ്പീരിയൻസ് സൗണ്ട് വെൻ ദീസ് വൈബ്രേഷൻസ് ഓർ സിഗ്നൽസ് റീച്ച് ദ ബ്രെയിൻ. ഈ സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ സൗണ്ടിനെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഓക്കെ, കണ്ടോ? ഇവിടെ സി എന്ന് കാണിച്ചത് ഹൈ പ്രഷർ റീജിയൻ ആണ്. കംപ്രഷൻസ് എന്നും ആർ എന്നത് റയർഫാക്ഷൻസ് എന്നുമാണ് പറയുന്നത്, അതായത് ലോ പ്രഷർ റീജിയൻസ്. ഞാൻ പറഞ്ഞല്ലോ, സ്ലിങ്കിലേക്ക് കൂടി വേവ്സ് പോകുമ്പോൾ ചില ഭാഗം അടുത്തിട്ടുള്ളതായും ചില ഭാഗം അകന്നിട്ടുള്ളതായും കാണപ്പെടുന്നു എന്ന്. ഏകദേശം അതേപോലെ തന്നെയാണ് ഇവിടെ എയറിലേക്ക് കൂടി ഈ വേവ്സ്, സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടു സെൻസ് ദ സൗണ്ട് വി നീഡ് 3 കോമ്പോണൻസ്, നെയിംലി ദ സൗണ്ട് സോഴ്സ്. അതായത് ഒരു സൗണ്ട് കേൾക്കണമെങ്കിൽ, സൗണ്ട് മനസ്സിലാക്കണമെങ്കിൽ 3 കോമ്പോണൻസ് വേണം. എന്തൊക്കെയാണ്? ഒന്ന് എന്ന് വെച്ചാൽ സൗണ്ട് സോഴ്സ് അല്ലെ, ആ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് വേണം. പിന്നെ മീഡിയം എന്ന് വെച്ചാൽ ആ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഏതിലേക്ക് കൂടിയാണോ അതിനെയാണ് മീഡിയം എന്ന് പറയുന്നത് അല്ലെ. പിന്നെയോ ദ സെൻസ് ഓർഗൻ ഫോർ ഹിയറിംഗ്. എന്താണ് സെൻസ് ഓർഗൻ ഫോർ ഹിയറിംഗ്? അതായത് കേൾക്കാനുള്ള ആ സെൻസ് ഓർഗൻ കൂടി വേണം. ഓക്കെ, 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക: സോഴ്സ്, പിന്നെ മീഡിയം, പിന്നെ സെൻസ് ഓർഗൻ ഫോർ ഹിയറിംഗ്. ഓക്കെ, ഇവിടെ കണ്ടോളൂ, ഈ പിന്ന എന്ന് വെച്ചാൽ ചെവിക്കൂടെയാണ്, ഇത് ഓഡിറ്ററി കനാൽ, ഇവിടെ ടിംപാനം. ഓക്കെ, ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ വേൾഡ് ഓഫ് ദ ഹിയറിംഗ് ഇംപയർഡ്? അതായത് കേൾവി വൈകല്യം സംഭവിച്ചവരുടെ ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹാവ് യു നോട്ടീസ്ഡ് ദ പോസ്റ്റർ ഓഫ് ദ വേൾഡ് ഹിയറിംഗ് ഡേ ഒബ്സർവ്ഡ് ഓൺ 3rd March? ഓക്കെ, ഈ പോസ്റ്റർ ശ്രദ്ധിക്കുക. എപ്പോഴാണ് വേൾഡ് ഹിയറിംഗ് ഡേ? 3rd March ആണ്. ഓക്കെ, 3rd March വേൾഡ് ഹിയറിംഗ് ഡേ. ഹിയറിംഗ് ലോസ് മേ ഒക്കർ അറ്റ് ബർത്ത് ഓർ ലേറ്റർ. അതായത് കേൾവിക്കുറവ് എന്ന് വെച്ചാൽ അത് അറ്റ് ബർത്ത്, ജന്മനായോ അല്ലെങ്കിൽ പിന്നീട് പല കാരണങ്ങളാലോ എന്താണ് ഈ കേൾവിക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സച്ച് പീപ്പിൾ ഹാവ് ടു എൻഡ്യൂർ സഫറിംഗ് ഡ്യൂ ടു ദെയർ ഹിയറിംഗ് ലോസ്. അതായത് ഇത്തരം ആളുകൾ പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നു. ഡിസ്കസ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദം ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് സയൻസ് ഡയറിയിൽ എഴുതുക. എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് അവർക്കൊരു തടസ്സം ആകുന്നത്. പിന്നെയോ പ്രോൺ ടു ആക്സിഡൻസ്, വാഹനങ്ങളുടെയും മറ്റും ശബ്ദം എളുപ്പത്തിൽ കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ആക്സിഡൻസിന് സാധ്യത കൂടുന്നു. പിന്നെയോ ഡിഫിക്കൽട്ടി ഇൻ അക്വയറിംഗ് സ്പീച്ച് സ്കിൽസ്, അതായത് സംസാരിക്കാനുള്ള ശേഷി എന്ന് വെച്ചാൽ ആളുകൾ കേട്ടുകൊണ്ടാണല്ലേ സംസാരിക്കാൻ പഠിക്കുന്നത്, അപ്പോൾ അതിന് പ്രയാസം നേരിടുന്നു. ഡിഫിക്കൽട്ടി ഇൻ അക്വയറിംഗ് സ്പീച്ച് സ്കിൽസ് എന്ന് വെച്ചാൽ സംസാരശേഷി സ്വായത്തമാക്കാനുള്ള തടസ്സം, പ്രയാസം. പിന്നെയോ എംപ്ലോയ്മെന്റ് ബാരിയേഴ്സ് അല്ലെ, പല ജോലികളും ഇവർക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നു, അപ്പോൾ എംപ്ലോയ്മെന്റ് ബാരിയേഴ്സ്. വാട്ട് ഷുഡ് ബി ദ അപ്രോച്ച് ടു ദ ഹിയറിംഗ് ഇംപയർഡ്? അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാകണം?
ഡിസ്കസ് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, എന്തൊക്കെ പറയാം? ബി എംപതറ്റിക്, അവരോട് സഹാനുഭൂതിയോടെ പെരുമാറണം. പിന്നെ ഗിവ് കൺസിഡറേഷൻ ആൻഡ് ഇൻക്ലൂഡ് ദം ഇൻ ഓൾ ആക്ടിവിറ്റീസ്, അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും അവരെ എല്ലാ ആക്ടിവിറ്റീസിലും അവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യണം. പിന്നെ റെസ്പെക്ട് ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. ബേസ്ഡ് ഓൺ ദിസ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ടു പ്രസന്റ് ഓൺ വേൾഡ് ഹിയറിംഗ് ഡേ, ഒരു ഷോർട്ട് നോട്ട് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബീത്തോവൻ ഗിഫ്റ്റഡ് ദ വേൾഡ് ദ മോസ്റ്റ് മെലഡിയസ് മ്യൂസിക്. ഓക്കെ, അതായത് ബീത്തോവൻ എന്നൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹെലൻ കെല്ലർ proved that it's impossible to achieve great success in life with self-confidence, determination and hard work without flinching in adverse life situations. അതായത് ഈ ബീത്തോവൻ എന്ന ഈ വ്യക്തി ആയാലും ഹെലൻ കെല്ലർ ആയാലും ഇവരൊക്കെ പല വെല്ലുവിളികളെയും അതിജീവിച്ചിട്ട് സെൽഫ് കോൺഫിഡൻസ് കൊണ്ടും ഡിറ്റർമിനേഷൻ കൊണ്ടും ഒക്കെ എന്താണ് ഈ ലോകത്തിൽ പ്രസിദ്ധി നേടിയവരാണ്. Many such great people have overcome hearing disorders and outshone in life. ഇവരെന്താണ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി വൈകല്യത്തിനെ മറികടന്ന് നമ്മുടെ ഈ ലോകത്തിലാകമാനം പ്രസിദ്ധി നേടിയവരാണ്. ഹിയറിംഗ് ലോസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ത്രൂ ഹിയറിംഗ് ടെസ്റ്റ് യൂസിംഗ് ആൻഡ് ഓഡിയോമീറ്റർ. ഓഡിയോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹിയറിംഗ് ടെസ്റ്റിലൂടെ നമുക്ക് കേൾവിക്കുറവ് മനസ്സിലാക്കാൻ കഴിയും. കേൾവി ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. A hearing aid is an electronic device that helps individuals with hearing loss to hear more clearly. അതായത് കേൾവി കുറവുള്ള വ്യക്തികൾക്ക് കൂടുതൽ കേൾവി ശക്തി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഹിയറിംഗ് എയ്ഡ്. ഓക്കെ, അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടക്ട് ആൻ ഇന്റർവ്യൂ with an audiologist about the hearing test and share the information with your classmates. ഓക്കെ, ഒരു ഓഡിയോളജിസ്റ്റുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ടോപ്പിക് പ്രൊട്ടക്ഷൻ ഓഫ് ഇയർ എന്നതാണ്. പുട്ടിംഗ് എനി കൈൻഡ് ഓഫ് ഒബ്ജക്ട് ഇൻസൈഡ് ദ ഇയർ ഈസ് ഡേഞ്ചറസ്. ചെവിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കടത്തുന്നത് ഡേഞ്ചറസ് ആണ്. ഇറ്റ് മേ റപ്ചർ ദ ഇയർ ഡ്രം ആൻഡ് കോസ് ഹിയറിംഗ് ലോസ്. ഇത് ഇയർ ഡ്രമ്മിനെ, ഓക്കെ ടിംബാൻ എന്ന് പറഞ്ഞല്ലോ, അതിനെ റപ്ചർ ചെയ്യാൻ, അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം. ആൻഡ് കോസ് ഹിയറിംഗ് ലോസ്, അല്ലെ, അത് തകർന്നാൽ നമുക്ക് കേൾവിയില്ലായ്മയും സംഭവിക്കുന്നു. ഇഫ് എനി ഇഞ്ചുറി ഒക്കേഴ്സ് ദ കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് ദ ഇയർ മേക്സ് ദ ഹീലിംഗ് ഓഫ് ദ വൂണ്ട് ഡിഫിക്കൽട്ട്. അതായത് നമ്മുടെ ചെവിയുടെ സങ്കീർണമായ ഒരു ഘടനയാണ്, അത് ചെവിക്കകത്ത് എന്തെങ്കിലും മുറിവുണ്ടായാൽ അത് ഉണങ്ങുന്നതിൽ എന്താണ് പ്രയാസം സൃഷ്ടിക്കുന്നു. ആ ചെവിയുടെ കോംപ്ലക്സ് സ്ട്രക്ചർ, ആ ചെവിയുടെ സങ്കീർണമായ ഘടന കാരണം. ലീഡിങ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഹിയറിംഗ് ലോസ്, എന്തിന് കാരണമാകുന്നു? ലീഡിങ് ടു ഇൻഫെക്ഷൻ, ഓക്കെ ചെവിക്കകത്ത് അണുബാധയുണ്ടാകാനും ഹിയറിംഗ് ലോസ് കേൾവിയില്ലായ്മ സംഭവിക്കാനും ഇത് കാരണമായേക്കാം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ കീ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ഇയർ കെയർ ദാറ്റ് വി ഷുഡ് പേ അറ്റൻഷൻ ടു ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. അതായത് നമ്മുടെ ഇയർ കെയർ, ചെവിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് പറയാം? ഡോണ്ട് പുട്ട് എനി കൈൻഡ് ഓഫ് ഒബ്ജക്ട് ഇൻസൈഡ് ദ ഇയർ എന്ന് പറയാം, അല്ലെ, ചെവിക്കകത്ത് അന്യവസ്തുക്കളൊന്നും കടത്തരുത്. പിന്നെയോ ഡോണ്ട് ഹിയർ ലൗഡ് സൗണ്ട്സ് കണ്ടിന്യൂസ്ലി എന്നൊക്കെ പറയാം നിങ്ങൾക്ക്. അതായത് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കരുത് എന്നൊക്കെ പറയാം. വൈ ഈസ് ദ നോയ്സ് അറ്റ് ദ ട്രാഫിക് പോയിന്റ് അനോയിങ്? അതായത് ട്രാഫിക് പോയിന്റിലുള്ള നോയ്സ്, ആ ഒച്ച എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അരോചകമാകുന്നത്? അടുത്ത ടോപ്പിക് മ്യൂസിക് ആൻഡ് നോയ്സ് ആണ്. ഓക്കെ, സംഗീതവും ഒച്ചയും, അല്ലെ, അവ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. കമ്പയർ ദ പ്ലീസിംഗ് മ്യൂസിക് യു ഹിയർ ഇൻ മ്യൂസിക് ക്ലാസ് വിത്ത് ദ നോയ്സ് അറ്റ് ദ ട്രാഫിക് പോയിന്റ്. അതായത് മ്യൂസിക് ക്ലാസ്സിൽ കേൾക്കുന്ന മനോഹരമായ ആ ഇമ്പമുള്ള സംഗീതവും ട്രാഫിക് പോയിന്റിലുള്ള ആ ഒച്ചയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് സൗണ്ട് ഈസ് പ്ലസന്റ് ടു ഹിയർ? ഇതിൽ ഏതാണ് ചെവിക്ക് കൂടുതൽ മനോഹരം? യു ക്യാൻ ലിസൺ ടു എൻചാന്റിംഗ് മ്യൂസിക് ഫ്രം ചിരട്ട വീണ. ആ ചിരട്ട വീണയിൽ നിന്നുള്ള മനോഹരമായ സംഗീതം നിങ്ങൾക്ക് കേൾക്കാം. ദെൻ ലിസൺ ടു ദ സൗണ്ട് ഓഫ് എ കോക്കനട്ട് ഷെൽ ബീങ് റബ്ഡ് അഗെയിൻസ്റ്റ് എ സ്റ്റോൺ. അതായത് ഒരു ചിരട്ട കല്ലിലിഴക്കുമ്പോഴുള്ള ആ ശബ്ദവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലേ? കമ്പയർ ദ സൗണ്ട് ഇൻ ബോത്ത് കേസസ്. ഈ രണ്ട് സാഹചര്യങ്ങളിലുള്ള ശബ്ദത്തിന് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താണ് മ്യൂസിക് എന്ന നോയ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, എ സൗണ്ട് ദാറ്റ് ഹാസ് റെഗുലർ വൈബ്രേഷൻസ് ആൻഡ് ഈസ് പ്ലസന്റ് ടു ഹിയർ ഈസ് മ്യൂസിക്. എന്താണ് ഒരു സൗണ്ട്? ഒരു ശബ്ദമാണ് ദാറ്റ് ഹാസ് റെഗുലർ വൈബ്രേഷൻസ്,
ഓക്കെ, ക്രമാനുഗതമായ വൈബ്രേഷൻസ് ആണ്. ഇനിയോ ആൻഡ് ഈസ് പ്ലസന്റ് ടു ഹിയർ, കേൾക്കാൻ ഇമ്പമുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് മ്യൂസിക്. ഇനിയോ സൗണ്ട് ദാറ്റ് ഹാസ് ഇറഗുലർ വൈബ്രേഷൻസ് എന്ന് വെച്ചാൽ ക്രമരഹിതമായ വൈബ്രേഷൻസും ആൻഡ് ഈസ് അൺപ്ലസന്റ് ഈസ് നോയിസ്, കേൾക്കാൻ അത്ര ഇമ്പമില്ലാത്തതുമായതാണ് നോയിസ്, ഒച്ച എന്ന് പറയുന്നത്. ഓക്കെ, ഹാവ് ദർ ബീൻ ടൈംസ് വെൻ ഈവൻ മ്യൂസിക് ഫെൽറ്റ് ലൈക്ക് നോയിസ്, അതായത് സംഗീതവും ഒച്ചയായിട്ട് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? ഡസന്റ് ലൗഡ് സൗണ്ട് ബിയോണ്ട് എ സെർട്ടൈൻ ലിമിറ്റ് സീം ടു ബി അനോയിങ്, അതായത് ഒരു നിശ്ചിത ലിമിറ്റിനപ്പുറമുള്ള ലൗഡ് സൗണ്ട് അരോചകമായിട്ട് തോന്നാറില്ലേ? ഡസന്റ് ലൗഡ് നോയിസ് ഹർട്ട് ദ ഇയേഴ്സ്, അതായത് ഈ ലൗഡ് നോയിസ് അത് ചെവികളെ തകരാറാക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് ടോപ്പിക് നോയിസ് പൊല്യൂഷൻ എന്നാണ്. ഹാവ് യു ഒബ്സർവ്ഡ് ദ കൊളാഷ്, ഈ കൊളാഷ് നിങ്ങൾ ശ്രദ്ധിച്ചോ? നോയിസ് പൊല്യൂഷൻ ഈസ് എ സീരിയസ് മെനാസ് ടു പബ്ലിക് ഹെൽത്ത്, അതായത് നമ്മുടെ സാമൂഹികമായ ഒരു ആരോഗ്യത്തിന്, അതായത് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ആളുകളുടെയൊക്കെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു കാര്യം തന്നെയാണ് ഈ നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ നോയിസ് പൊല്യൂഷനും ഒരു വിപത്താണ്, നമ്മുടെ സമൂഹത്തിൽ വിപത്താണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അല്ലെ, യെസ്, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. വാട്ട് ഡു യു മീൻ ബൈ നോയിസ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Okay, noise pollution is the production of unpleasant, disturbing and unwanted noise that harms human beings and other organisms. മനുഷ്യനും അതേപോലെ മറ്റ് ജീവജാലങ്ങൾക്കും ഹാംസ് ഉപദ്രവം ഉണ്ടാക്കുന്ന, ഹാനികരമാകുന്ന സൗണ്ടിന്റെ പ്രൊഡക്ഷൻ അവയുടെ ഉണ്ടാക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് അൺപ്ലസന്റ്, ഓക്കെ, ഡിസ്റ്റർബിങ് ആൻഡ് അൺവാണ്ടഡ് നോയിസ്. ഓക്കെ, what can be the causes of noise pollution, noise pollutionന്റെ causes, കാരണങ്ങൾ എന്തൊക്കെയാണ്? increasing number of vehicles, വാഹനങ്ങളുടെ അല്ലെ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണം, പിന്നെ പബ്ലിക് അഡ്രസ് സിസ്റ്റംസ്, പിന്നെ നോയിസ് ഫ്രം കൺസ്ട്രക്ഷൻ സൈറ്റ്സ്. ഓക്കെ, നോയിസ് affects not only our physical health but also our mental and emotional health. ഓക്കെ, നോയിസ് എന്നത് നമ്മുടെ ശാരീരികമായ ഒരു ആരോഗ്യം മാത്രമല്ല, ഭൗതികമായ അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്തിന് മാത്രമല്ല, പകരം കൂടാതെ നമ്മുടെ മെന്റൽ ഹെൽത്ത്, മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിനെയും അത് ബാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദിസ് ഫ്രം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആൻഡ് റെക്കോർഡ് ദം ഇൻ ദ സയൻസ് ഡയറി. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ നിന്നൊക്കെ കൂടുതൽ അറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് പ്രൊഫഷണൽ ഗ്രൂപ്പ്സ് ആർ മോസ്റ്റ് അഫക്റ്റഡ് ബൈ നോയിസ് പൊല്യൂഷൻ, ഈ നോയിസ് പൊല്യൂഷൻ കൂടുതലായിട്ട് ബാധിക്കുന്ന ആ പ്രൊഫഷണൽ ഗ്രൂപ്പ്, തൊഴിൽ മേഖല ഏതൊക്കെയാണ്? കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, പിന്നെ മൈനേഴ്സ്, ഖനി തൊഴിലാളികൾ, പിന്നെ മ്യൂസീഷ്യൻസ്. അല്ലെ, പല മ്യൂസീഷ്യൻസിനും ഉച്ചത്തിലുള്ള ശബ്ദം കൂടുതലായിട്ട് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഷുഡിന്റെ നോയിസ് പൊല്യൂഷൻ ബി കൺട്രോൾഡ്, ഇത് കൺട്രോൾ ചെയ്യേണ്ടതല്ലേ? വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ, ഇത് കുറക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് ചോദിച്ചത്. നോയിസ് പൊല്യൂഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്, അല്ലെ, നോയിസ് പൊല്യൂഷൻ കുറക്കാം എന്നതാണ് അടുത്ത ടോപ്പിക്. Below are some steps to reduce the effects of noise pollution. ഇത് കുറക്കാനുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ എഫക്ട്സ് ഓഫ് നോയിസ് പൊല്യൂഷൻ, അതായത് ഈ നോയിസ് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന എഫക്ട്സ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള സം സ്റ്റെപ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പരിഹാരങ്ങൾ. ഓക്കെ, കുറച്ച് പരിഹാര മാർഗങ്ങൾ അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. Those who work in the construction sector, mines, etc. കൺസ്ട്രക്ഷൻ സെക്ടറിലും ഖനികളിലൊക്കെ പണിയെടുക്കുന്നവർ ഷുഡ് യൂസ് ഇയർ മഫ്സ് ടു പ്രൊട്ടക്ട് ദെയർ ഇയേഴ്സ്, അവരുടെ ചെവികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇയർ മഫ്സ് ഉപയോഗിക്കണം. ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഇയർ മഫ്സ് ഉപയോഗിക്കണം. പിന്നെയോ യൂസ് ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് സച്ച് ആസ് ഇയർ പ്ലഗ്സ് ഇൻ ഏരിയാസ് വെർ ഹൈ പവേർഡ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് ആർ ഓപ്പറേറ്റഡ്. ഹൈ പവേർഡ് ആയിട്ടുള്ള മെഷീനറിയും യന്ത്രങ്ങളൊക്കെ, യന്ത്രസാമഗ്രികളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് എന്താണ് ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആയ ഇയർ പ്ലഗ്സ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കണം. കണ്ടോ, ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടോ? പിന്നെയോ ഡോണ്ട് യൂസ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ്, വെഹിക്കിൾസിൽ എയർ ഹോൺസ് ഉപയോഗിക്കാൻ പാടില്ല. എൻഷുർ ദാറ്റ് സൈലൻസേഴ്സ് ഇൻ വെഹിക്കിൾസ് ആർ വർക്കിംഗ് എഫിഷ്യന്റ്ലി, വെഹിക്കിൾസിലുള്ള സൈലൻസർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ യൂസ് ബോക്സ് ടൈപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ്, ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സിന് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിക്കണം.
പ്ലാന്റ് മോർ ട്രീസ് ടു റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ. അതായത് പ്ലാന്റ്സ് ഒക്കെ, ഈ ട്രീസ് ഒക്കെ നോയിസ് പൊല്യൂഷനെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്ലാന്റ് മോർ ട്രീസ് ടു റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ. പിന്നെ ഡോണ്ട് യൂസ് ലൗഡ് സ്പീക്കേഴ്സ് ഇൻ പബ്ലിക് പ്ലേസസ് ബിഫോർ 6 AM, രാവിലെ 6 മണിക്ക് മുൻപും പിന്നെ ആഫ്റ്റർ 10 PM. ഓക്കെ, അതായത് 10 മണിക്ക് ശേഷവും രാത്രി 10 മണിക്ക് ശേഷവും ലൗഡ് സ്പീക്കേഴ്സ് പബ്ലിക് പ്ലേസസ് ഉപയോഗിക്കരുത്. കാരണം അത് സാധാരണയായിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ഓക്കെ, അവോയ്ഡ് ലൗഡ് നോയിസ് നിയർ ഹോസ്പിറ്റൽ, സ്കൂൾസ്, കോർട്സ് എക്സെട്ര. ആശുപത്രികൾ, സ്കൂളുകൾ, കോടതികൾ എന്നിവയുടെ അടുത്ത് ലൗഡ് നോയിസ്, ഉച്ചത്തിലുള്ള ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, ഹാവൻറ്റ് യു റിയലൈസ്ഡ് ദ നീഡ് ഫോർ എക്കോ ഫ്രണ്ട്ലി സൗണ്ട് സിസ്റ്റം? അതായത് പ്രകൃതി സൗഹൃദപരമായ ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെ ആവശ്യകത നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെ മനസ്സിലായല്ലോ. പ്ലീസിംഗ് സൗണ്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്സ് ദാറ്റ് നേച്ചർ ഹാസ് ഗിവൻ അസ്. മനോഹരമായ അല്ലെ ഇമ്പമായ സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതി നൽകിയ ഒരു വരദാനമാണ്, ഒരു ഗിഫ്റ്റ് ആണ് എന്ന് പറയാം. ഇറ്റ് എൻറിച്ചസ് അവർ ലേഷർ ടൈംസ്. അല്ലെ, റസൂൽ പൂക്കുറ്റി ഈസ് എ യുണീക് ടാലന്റ് ഹു വൺ ദ പ്രസ്റ്റീജിയസ് ഓസ്കാർ അവാർഡ് ഫോർ ഇന്ത്യ. ഓസ്കാർ അവാർഡ് നേടിയ ഒരു വ്യക്തിയാണ് റസൂൽ പൂക്കുറ്റി. ഇദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ വേൾഡ് ക്ലാസ് ഓണർ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ഫോർ ബെസ്റ്റ് സൗണ്ട് മിക്സിംഗ്. എന്തിനാണ്? ഫോർ ബെസ്റ്റ് സൗണ്ട് മിക്സിംഗ്. മെനി പ്രാക്ടിക്കൽ പോസിബിലിറ്റീസ് ഓഫ് ദ സയൻസ് ഓഫ് സൗണ്ട് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ഇൻ എവരിഡേ ലൈഫ്. അല്ലെ, എന്താണ് മെനി പ്രാക്ടിക്കൽ പോസിബിലിറ്റീസ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. സൗണ്ട്, അതായത് സയൻസ് ഓഫ് സൗണ്ട്, ശബ്ദത്തിന് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, യു ക്യാൻ ലേൺ മോർ അബൌട്ട് ദം ഇൻ ഹയർ ക്ലാസ്സസ്. ഓക്കെ, താങ്ക് യു.